ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേര. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ നേരിട്ട് 3rd ബർത്ത്ഡേ ആണ് കേട്ടോ ഗൈസ്. ഫുൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. ഗോൾഡൻ കണ്ടിട്ട് ഗോൾഡൻ തീമാന്ന് വിചാരിക്കരുത്, നമ്മുടെ തീം വേറെയാണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും ഗൈസ്. ബർത്ത്ഡേൻ്റെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തകർത്ത ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് തകർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര വലുതായിട്ടൊന്നല്ല, ജസ്റ്റ് കുറച്ച് ഇല്ലിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം വെച്ചിട്ടുള്ള പരിപാടിയാണ് വെക്കുന്നത്. ഡെക്കറേഷൻ ഫുള്ള് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയാണ് അറേഞ്ച് ചെയ്തെങ്കിലും ബലൂൺ മുതലിൻ്റെ ക്രെഡിറ്റ്സ് ഫുള്ള് മേട്ടൻ തന്നെയാണ് കേട്ടോ. ആഫ്റ്റർനൂൺ തൊട്ടിട്ട് ഇതിൽ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ ആള്. നമ്മുടെ നേരുവാണെങ്കിൽ മോർണിംഗ് തൊട്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഹാപ്പിനെസ് കൂടിയിട്ട് ആൾ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് മുൻപ് വരെ പുറത്തോടെ പോകുന്ന ആളുകളൊക്കെ വിളിച്ച് എന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആള്. ഗൈസ്, ഞങ്ങളിന്ന് മോർണിംഗ് നേരത്തെ അടിച്ച് അമ്പലത്തിലേക്ക് പോയി വന്നു. നേരുവാണെങ്കിൽ വളരെ ഗുഡ് ഗേൾ ആയിട്ട് ഉറങ്ങി എണിച്ചു, ബ്രഷ് ചെയ്തു, ഗുഡ് ഗേൾ ആയിട്ട് കുടിച്ചു. മോർണിംഗ് അമ്പലത്തിൽ പോയി വന്നപ്പോൾ മുതൽ എപ്പോഴാണ് കേക്ക് കട്ടിയേണ്ടതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ബർത്ത്ഡേന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി റെഡി ആവണം. ഗസ്റ്റ് വരുമ്പോഴേക്കും ഞങ്ങൾ അതായിരുന്നു റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ നമ്മുടെ വ്ളോഗ് ഉണ്ടാവില്ല. റെഡി ആയിട്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഒക്കെ കാണിച്ചു തരാം. ഇനി ചിലപ്പോൾ വ്ളോഗ് ഉണ്ടാവില്ല. ഇനി വീഡിയോസൊക്കെ ഞങ്ങൾ വെട്ടി ഒട്ടിക്കുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ റെഡി ആവാൻ പോവാണ് ഗൈസ്. കാലത്ത് നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോയതുകൊണ്ട് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ആള് കിടന്ന് ഉറക്കമായിട്ടോ. പിന്നെ ആ ഗ്യാപ്പിലായിരുന്നു നമ്മൾ വേഗം റെഡിയായത്. ഞങ്ങളിങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ നേരോട്ടിൽ ഇപ്പോഴും കിടന്നുറങ്ങാണ് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഉറങ്ങി എണിച്ചിരിക്കുകയാണ്. ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നേരെ ബേബി കുളിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് പ്രിൻസസ് ഡ്രസ്സൊക്കെ ഇടാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ നേരോട്ടിൽ പോയി റെഡി ആക്കിയിട്ട് വരാം. ആളിപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ. അതിൻ്റെ ചെറിയൊരു ഹാങ് ഓവർ ആൾക്കുണ്ട്. അപ്പം ഞങ്ങളിനി കുളിച്ച് റെഡി ആയിട്ട് വരാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതും ഡെക്കറേഷൻ എല്ലാം കൂടെ കണ്ടപ്പോൾ ആള് പിന്നെയും ഉഷാറായിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരിട്ടും റെഡി ആയിട്ടിരിക്കുകയാണ്. ഹലോ, ഞങ്ങൾ റെഡിയായി ഗൈസ്. ഇതും അവൾക്ക് ഞങ്ങളുടെ ഒരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കൊടുത്തതും ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബട്ട് അപ്പം ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടാണ് കേട്ടോ ആൾക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഇത് കൊടുത്തതും ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എങ്ങനെയുണ്ട് സത്തോച്ചേക്ക്? ഓ, നമ്മൾ നൈറ്റാണ് കേട്ടോ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈവനിങ് കഴിഞ്ഞതും ഓരോ ഗസ്റ്റുകളായിട്ട് വരാനും തുടങ്ങി. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. പിന്നെ വന്ന എല്ലാ ഗസ്റ്റിന്റെ കൂടി അവളുടെ ഓരോ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരെ കൂടെ കണ്ടപ്പോൾ അവൾ ഏറ്റവും ഹാപ്പി ആയതും. അടുത്തുള്ള എല്ലാ കൊച്ചുങ്ങളെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ കണ്ടപ്പോൾ നേരിട്ടും വീണ്ടും ഒത്തിരി ഹാപ്പിയായി. ശരിക്കും പറഞ്ഞാൽ ഈ ബർത്ത്ഡേ പാർട്ടി നമ്മുടെ മല്ലു, തമിഴ്, ഹിന്ദി ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ കൂടിയായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് കൂടിയപ്പോൾ ഞങ്ങളും അത് ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരുവാണെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തേ വന്നിട്ടില്ല. എല്ലാവരും കൂടെ കൂടി ചെറിയൊരു രീതിക്ക് കേക്ക് കട്ടിങ്ങും.
ഞങ്ങളുടെ വക അവൾക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ. പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറിലോയും കൂടെ നേരിന് ഒരു ഗിഫ്റ്റ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടതും ആൾ ഒത്തിരി സർപ്രൈസ് ആയി, ഭയങ്കര ഹാപ്പിയും. പിന്നെ എൻ്റെ മമ്മി ഒരു ഗിഫ്റ്റ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കൊരു നാണമൊക്കെ വരുന്നുണ്ടായിരുന്നു, എന്തിനാണെന്നറിയില്ല. എന്തായാലും ആള് ഭയങ്കര ഹാപ്പിയായി. ചെറിയ രീതിക്കാണെങ്കിൽ നേരിട്ടിന് ഒരുപാട് ഹാപ്പിനെസ് കൊടുത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇത്. കൂടാതെ ഞങ്ങൾക്ക് ചെറിയ രീതിക്ക് ഒരു ഗെറ്റ് ടുഗദറുമായി. പിന്നെ കേക്കും മറ്റും എല്ലാം ഫുള്ളായിട്ട് സെർവ് ചെയ്യാൻ നിന്നത് ഏട്ടന്മാരും അച്ഛന്മാരും ചേർന്നിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഫ്രീ ആയിരുന്നു. പിന്നെ നമ്മുടെ നേരും അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയും ചെയ്തു കേട്ടോ. എന്തായാലും ഉള്ള ഫെസിലിറ്റീസിൽ നമ്മുടെ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ അടിച്ചു പൊളിച്ചു. എന്തായാലും ഭോപ്പാൽ മെമ്മറീസിൽ ഞങ്ങൾക്ക് ഒരു മെമ്മറബിൾ മൊമെന്റ് കൂടിയായി. അവൾക്ക് എന്നും ഓർക്കാൻ ഈ വീഡിയോയും. അപ്പോൾ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.